ഇന്ന് ഈ നിമിഷം എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഈ ലോകത്ത് ഒരാളോട് പോലും എനിക്ക് ശത്രുതയില്ല എന്ന്. അത് ഞാൻ വർഷങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത ക്വാളിറ്റിയാണ്. വായനയിലൂടെ, തിരിച്ചറിവിലൂടെ, പല പല വർക്ക്ഷോപ്പുകളിലൂടെ, ചിന്തകളിലൂടെയൊക്കെ. ഇന്നലെ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മളെ ശത്രുത ഉണ്ടാക്കുന്നത്, അല്ലേ? ഇന്നലെ എന്ന ദിവസം കഴിഞ്ഞു പോയില്ലേ? ആ ദിവസത്തോടൊപ്പം അതിൽ സംഭവിച്ചതും കഴിഞ്ഞു പോകട്ടെ. ഇന്നലത്തെ പകയും ശത്രുതയും ഇന്നത്തെ ദിവസത്തേക്ക് നാം എന്തിനാണ് ചുമന്നുകൊണ്ടുവരുന്നത്? മറ്റൊരാളെ എറിയാൻ കയ്യിൽ ഇങ്ങനെ തീക്കനൽ സൂക്ഷിക്കുന്ന പോലെയാണ് ദേഷ്യവും ശത്രുതയും നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നത്. സ്വയം പൊള്ളാനേ അതൊക്കെ ഉപകരിക്കുകയുള്ളൂ. നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളെപ്പോഴും നിരാശരായിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും രണ്ട് കണ്ണുകളുണ്ട്, എന്നാൽ ആരുടെയും കാഴ്ചപ്പാടുകൾ ഒരേപോലെ അല്ല. എല്ലാവരിലും നല്ലതും മോശമായ വശങ്ങളുണ്ട്. നമുക്കവ നന്നായി വേർതിരിച്ചറിയുകയും ചെയ്യാം. അതിൽ നിന്നും നമ്മിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റൊരാളുമായി മത്സരിക്കാൻ നിൽക്കാതെ നമ്മെ തന്നെ ഇങ്ങനെ നിരന്തരം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. നിങ്ങളെ ഉപദ്രവിച്ച ആളുകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയും മാപ്പ് കൊടുക്കലാണ്, വിട്ടുകളയലാണ്. നമ്മൾ സംസാരിക്കുന്നതിന് മുൻപ് 3 തരം ഫിൽറ്ററിങ് നിർബന്ധമായി നടത്തിയിരിക്കണം. 1, ഇത് സത്യമാണോ? 2, ഇത് ആവശ്യമുള്ളതാണോ? 3, ഇത് വേറൊരാളെ വേദനിപ്പിക്കുന്നതാണോ എന്ന്. തുറക്കട്ടെ മനസ്സുകൾ.